നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് ഇനി അതിൻ്റെ ഒരു കാലമാണ്. നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ആരോപണങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നെങ്കിൽ പ്രചാരണ വേദികളിലെല്ലാം തന്നെ തിളങ്ങേണ്ട ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പല പ്രസംഗങ്ങൾ കൊണ്ടും ആളുകളെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടരെ ബലാത്സംഗ ആരോപണങ്ങൾ വന്നത്. പിന്നീട് റിമാൻഡിലാവുകയും കുറച്ച് ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയൊക്കെ തന്നെ വന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ തൻ്റെ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം അതവിടെ നിർവഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പ് വേളകളായതിനാൽ തന്നെ വലിയ രീതിയിൽ രാഹുലിനെ തടയാനോ അല്ലെങ്കിൽ രാഹുലിനെതിരെ റോഡിലിറങ്ങി പ്രതിഷേധം ഉയർത്താനൊന്നും തന്നെ മറ്റുള്ള പാർട്ടികളിലെ പ്രവർത്തകരൊന്നും തന്നെ ഇത്തവണ തയ്യാറായിട്ടില്ല. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഇനി പ്രചാരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാകാം ഇത്തരത്തിലൊരു നീക്കം നടത്താത്തത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മണ്ഡലത്തിൽ നിന്നും എത്തുന്നുണ്ട്. അവിടെ താൻ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളെ കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. പല MLA എന്ന നിലയിൽ നിർവഹിക്കേണ്ട ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം പോകുന്നുണ്ട്. പല വേദികളിലും പോകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത ആ വീഡിയോയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ടു, അദ്ദേഹം ഒരു സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ള കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളാണ്, അദ്ദേഹത്തെ ചുറ്റും വളയുന്നതും എല്ലാവരും അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതും സംസാരിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ പാലക്കാടുള്ള നാട്ടിലുള്ള ജനങ്ങളോട് സംസാരിക്കുന്നതും അവരും വളരെ ചിരിച്ച് രാഹുലിൻ്റെ അടുത്ത് വിശേഷങ്ങൾ പറയുന്നതും ചോദിക്കുന്നതും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു വശം നോക്കുകയാണെങ്കിൽ തന്നെ ബലാത്സംഗ കേസിൽ അതിജീവിതമാർ അവർ ഒറ്റക്കെട്ടായി തന്നെ രാഹുലിനെതിരെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജയിലിൽ കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ച് ജയിലിൽ കിടത്തണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബലാത്സംഗ കേസിൽ രാഹുലിനെതിരെ അതിജീവിതമാർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പടയൊരുക്കം തന്നെയാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പരാതിക്കാരിയായ യുവതിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ സുപ്രീം കോടതി ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നേരിട്ട് സുപ്രീം കോടതിയിലേക്കാണ് അതിജീവിത ചില തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുദ്രവെച്ച കവറിൽ കൈമാറിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച കേസുകൾ പരിഗണിക്കുമ്പോഴാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ആദ്യ പരാതിക്കാരിയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പരാതിക്കാരിയുടെ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ മുദ്രവെച്ച കവറിൽ ചില രേഖകൾ കോടതിക്ക് കൈമാറിയത്. എന്നാൽ മുദ്രവെച്ച കവറിലെ രേഖകൾ എന്താണെന്ന് വ്യക്തമല്ല. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നൽകിയ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഉൾപ്പെടെ 10 പേരെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന പരാതി നിലവിലുണ്ടെന്നാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ആ മുദ്രവെച്ച കവറിൽ എന്ത് തെളിവുകളാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കടുത്ത നിയമ നടപടി വരാൻ സാധ്യതയുള്ള തെളിവുകളാണോ ഇനി അതിജീവിത സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതറിയാൽ ഇനി ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ബുധനാഴ്ചയാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. ഈ ഒരു വേളയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം റദ്ദാക്കാൻ ഉതകുന്ന തരത്തിലുള്ള തെളിവുകളാണോ ഈ പറയുന്ന പരാതിക്കാരി നൽകിയിരിക്കുന്നത് എന്നുള്ളതിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം തന്നെ പരാതിക്കാരിയുടെ അമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നും പരാതിക്കാരി രാഹുലിന്റെ സോഷ്യൽ മീഡിയയിലെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നുണ്ടെന്നും സുഹൃത്ത് ഫെനി നൈനാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളിൽ ഇക്കാര്യമുണ്ടെന്നാണ് ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചത്. ഇവയെല്ലാം കണക്കിലെടുത്താണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പരാതിക്കാരിയിൽ ഒരാളുടെ അമ്മ രാഹുൽ മാങ്കൂട്ടത്തിലെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ള ആരോപണം
ആരോപണം ഫെനി നയനാറാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നത്. റാന്നിയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴടക്കം ഒരു UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയുടെ ഒരുക്കങ്ങൾക്കിടയിലേക്കാണ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവിടെ എത്തുന്നത്. സ്ഥാനാർത്ഥിയുടെ വരവിനായി കാത്തുനിന്ന പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം കണ്ടതോടെ പ്രവർത്തകർ അദ്ദേഹത്തെ കൂട്ടത്തോടെ വളയുകയായിരുന്നു. പാലക്കാട് നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഷോ നടക്കാനിരുന്ന സ്ഥലത്തെത്തിയത്. വാഹനം നിർത്തി പുറത്തിറങ്ങണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ പുറത്തിറങ്ങിയില്ല. പ്രചാരണത്തിനിറങ്ങുമോ എന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയില്ലെന്നാണ് വിവരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാർ അവിടെ എത്തിയപ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പല പ്രവർത്തകരിലും അവരുടെ മുഖത്ത് കണ്ടിരുന്നത്. പാർട്ടിക്കിടയിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പല പാർട്ടി പരിപാടികളിലും അദ്ദേഹം ഇല്ല എങ്കിലും അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കുന്നത് വരെ താൻ കോൺഗ്രസ്സുകാരനായി തന്നെ തുടരുമെന്നുള്ള ഒരു വാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു കോൺഗ്രസ് MLA എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ പ്രവൃത്തികളും വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് തൻ്റെ മണ്ഡലത്തിൽ ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള സ്വീകാര്യത അത് അതേപോലെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെയല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ അണികളുടെ മുഖത്തൊക്കെ തന്നെ ഇത്തരത്തിലൊരു സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനം അതുവഴി കടന്നു പോകുമ്പോൾ അവർക്ക് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ ആരും അദ്ദേഹത്തെ അവിടെ പോയി ചെന്ന് സംസാരിക്കാതിരിക്കാം. പക്ഷേ ഇവിടെയൊക്കെ തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തെ വളഞ്ഞതും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നതും എല്ലാം. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പല വേദികളിലും ഇപ്പോഴത്തെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള പല രൂക്ഷമായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള യുവ നേതാക്കൾ അല്ലെങ്കിൽ യുവ പ്രവർത്തകരുടെ ഇടയിൽ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും കൈവിടാതെ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് അതിജീവിതമാരിൽ ഒരാൾ ഇപ്പോൾ മുദ്രവെച്ച കവറിൽ ചില തെളിവുകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ബുധനാഴ്ച കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ആ മുദ്രവെച്ച കവറിൽ നൽകിയിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള തെളിവുകളാണോ ഇനി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നറിയുവാനായിട്ട് ഇനി ബുധനാഴ്ച കേസ് കോടതിയിൽ പരിഗണിക്കുന്നത് വരെ കാത്തിരുന്നേ മതിയാകും.